ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെൻറ്റ് റൂൾസ് 2012 അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതോടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ തീരും, ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഞാൻ ഇതുവരെ എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിലിടും. ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാമിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ വരുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഒന്നാമത്തത് ഫീസ് വിവരങ്ങൾ 10-ാം പട്ടിക, 2 നിയമലംഘനത്തിലുള്ള പിഴ 5000 രൂപ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അതായത് പരിശോധനാ ഫീസ് 10-ാം പട്ടികയിലും നിയമലംഘനത്തിലുള്ള പിഴ തുക 5000 രൂപ വരെയുമാണ്. ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. അടുത്ത ചോദ്യം, ലീഗൽ മെട്രോളജി ഓഫീസർക്ക് മുൻപാകെ ഹാജരാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, നിർമ്മാതാവോ വ്യക്തിയോ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വ്യക്തമായ ഭാരവും അളവും ഓഫീസർക്ക് മുൻപാകെയോ പറയുന്നിടത്തോ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമത്തത്, സ്ഥാനം മാറ്റാൻ പറ്റുന്ന വസ്തുക്കൾ ഓഫീസർ നേരിട്ട് വന്ന് മാത്രമേ പരിശോധിക്കുകയുള്ളൂ. കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രമാണ് ശരി. സ്ഥാനം മാറ്റാൻ പറ്റാത്ത വസ്തുവാണെങ്കിൽ മാത്രമേ ഓഫീസർ അത് ഇരിക്കുന്നിടത്ത് പോയി പരിശോധിക്കേണ്ടതുള്ളൂ. മറ്റു ഉപകരണങ്ങൾ ഓഫീസർ മുൻപാകെയോ പറയുന്നിടത്തോ ഹാജരാക്കണം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഫീസ് നൽകിയതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഫീസ് തുക അടച്ചു കഴിഞ്ഞാൽ പ്രസ്തുത വ്യക്തിക്ക് റെസിപ്റ്റ് നൽകേണ്ടതില്ല. രണ്ടാമത്തെ പ്രസ്താവന, റെസിപ്റ്റിൻ്റെ പകർപ്പ് ലീഗൽ മെട്രോളജി ഓഫീസർ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതാണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി. 2 മാത്രമാണ് ശരിയായി വരുന്നത്. അതായത് തുക അടച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് റെസിപ്റ്റ് നൽകുകയും അതിൻ്റെ ഒരു പകർപ്പ് ഓഫീസർ സൂക്ഷിച്ചു വെക്കുകയും വേണം. അതാണ് കറക്റ്റ്. വഴിയോര കച്ചവടക്കാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, വഴിയോര കച്ചവടക്കാർ സർട്ടിഫിക്കറ്റ് സ്വന്തം കൈവശം സൂക്ഷിച്ചാൽ മതിയാകും. രണ്ടാമത്തത്, അവർക്ക് പരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പ്രസ്താവന 1 മാത്രം ശരി. അതായത് വഴിയോര കച്ചവടക്കാരനാണെങ്കിൽ പരിശോധനാ സർട്ടിഫിക്കറ്റ് എപ്പോഴും കൈവശം വെക്കേണ്ടതാണ്. അവർക്ക് പരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളത് പ്രസ്താവന തെറ്റാണ്. അവർക്കും പരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, അതെപ്പോഴും കൈവശം വെക്കണം. അടുത്ത ചോദ്യം, ബീം സ്കെയിൽ തൂക്കി നിർത്താൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? 1 ഒരു സ്റ്റാൻഡ്, 2 ഒരു ചെയിന്, 3 ഒരു ഹുക്ക്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയവയെല്ലാം. ബീം സ്കെയിൽ ഉപയോഗിക്കുന്നവർ അതൊരു സ്റ്റാൻഡിലോ ചെയിനിലോ ഹുക്ക് ഉപയോഗിച്ച് തൂക്കി നിർത്തി വേണം ഉപയോഗിക്കാൻ. അടുത്തത്, മുദ്ര വയ്ക്കുന്നതിനെ കുറിച്ചുള്ള താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, അളവുകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മുദ്ര വയ്ക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത്, ഇത് റെസിപ്റ്റ് നൽകുന്നതിന് മുൻപായി ചെയ്യേണ്ടതാണ്. ഇതിൽ മുദ്ര വയ്ക്കുന്നതിനെ കുറിച്ചുള്ള താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം ശരി. ഭാരവും അളവും കൃത്യമായി തന്നെയാണ് രേഖപ്പെടുത്തിയതെന്ന് ലീഗൽ മെട്രോളജി ഓഫീസർക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ആ വസ്തുവിനെ മുദ്രണം ചെയ്യുകയുള്ളൂ. പ്രസ്താവന 1 ശരി. സ്ഥാപനങ്ങളിൽ പരിശോധനാ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കേണ്ട രീതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, അളവ് തൂക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് വ്യക്തമായി കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണം. രണ്ടാമത്തത്, സർട്ടിഫിക്കറ്റ് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇതിലേത് പ്രസ്താവനയാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രം ശരി. പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വ്യക്തി അത് സ്ഥാപനത്തിൽ എല്ലാവർക്കും വ്യക്തമായി കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, ലീഗൽ മെട്രോളജി ഓഫീസറുടെ ഓഫീസിലോ ക്യാമ്പ് ഓഫീസിലോ പരിശോധന നടത്താം. 2 പരിശോധനയ്ക്ക് മുൻപായി തുകയെക്കുറിച്ച് വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. ഭാരവും തൂക്കവും പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ പ്രസ്തുത വ്യക്തിയെ അടയ്ക്കേണ്ട തുകയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിരിക്കണം. അതിനാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ലീഗൽ മെട്രോളജി ഓഫീസറുടെ ഓഫീസിലോ ക്യാമ്പ് ഓഫീസിലോ പരിശോധന നടത്താം, ആ പ്രസ്താവന ശരിയാണ്. തെറ്റായ പ്രസ്താവന വരുന്നത് രണ്ടാമത്തതാണ്, പരിശോധനയ്ക്ക് മുൻപായി തുകയെക്കുറിച്ച് വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ടതില്ല, അത് തെറ്റാണ്. അടുത്ത ചോദ്യം, പരിശോധനയ്ക്കും മുദ്ര വയ്ക്കുന്നതിനും അടയ്ക്കേണ്ട തുക പരാമർശിച്ചിരിക്കുന്നത് എവിടെയാണ്? 1 9-ാം പട്ടികയിൽ, 2 10-ാം പട്ടികയിൽ. ആൻസർ ഓപ്ഷൻ ബി, 10-ാം പട്ടികയിൽ. പരിശോധനയ്ക്കും മുദ്രവയ്ക്കലിനും ഈടാക്കേണ്ട ഫീസ് വിവരങ്ങൾ 10-ാം പട്ടികയിലാണ് നൽകിയിരിക്കുന്നത്.
അതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് 10ാം പട്ടിക. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. നിയമലംഘനം നടത്തിയാൽ ലഭിക്കാവുന്ന പരമാവധി പിഴ തുക എത്രയാണ്? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നാമത്തത് 5000 രൂപ, 2 25,000 രൂപ. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 5000 രൂപ. ലീഗൽ മെട്രോളജി നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തിക്ക് പരമാവധി 5000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇത്രയാണ് ചോദ്യോത്തരങ്ങൾ വരുന്നത്. ഇതോടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ തീരുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും ചോദ്യോത്തര രൂപത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ മുൻപ് ചെയ്ത വീഡിയോസും ഉണ്ട്. ഇനി എക്സാമിന് മുമ്പ് നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. ഈ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകൂടി ചെയ്യാൻ നോക്കാം വീഡിയോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് 10ൽ 10 മാർക്കും വാങ്ങാൻ സാധിക്കട്ടെ. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.